സെക്കൻഡ് സെമസ്റ്റർ ബികോമിന് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഐഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഫൈനൽ അക്കൗണ്ടിലെ രണ്ടാമത്തെ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും മറ്റ് അക്കൗണ്ടുകളും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതുപോലെ ഫോർമാറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി നമുക്ക് മീനിങ്ങിലേക്ക് വരാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻ ദിസ് അക്കൗണ്ട് ഓൺലി റവന്യൂ എക്സ്പെൻസസ് ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ് ഓഫ് ദ പീരീഡ് ആർ റെക്കോർഡഡ്. ഒരു പീരീഡിലേക്കുള്ള റവന്യൂ എക്സ്പെൻസസും റവന്യൂ റെസീപ്റ്റ്സും മാത്രമേ ഈ ഒരു അക്കൗണ്ടിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാത്തരം ക്യാഷ് റെസീപ്റ്റും, അത് റവന്യൂ നാച്ചുറൽ ആയിക്കോട്ടെ ക്യാപിറ്റൽ നാച്ചുറൽ ആയിക്കോട്ടെ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഓൺലി റവന്യൂ നാച്ചുറലുള്ള റെസീപ്റ്റും അതുപോലെ റവന്യൂ നാച്ചുറലുള്ള എക്സ്പെൻസസും മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ വരക്കുന്ന അക്കൗണ്ടാണ്. ഈ ഒരു അക്കൗണ്ടിലൂടെ നമ്മൾ ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടത് റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസ് മാത്രമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മീനിങ്ങിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ്, റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയും അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസിൻ്റെയും ബേസിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്സ് നോൺ ക്യാഷ് ഐറ്റംസ്. സാധാരണയായിട്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് എടുക്കാറില്ല. ക്യാഷ് റെസീപ്റ്റുകളും അതുപോലെ ക്യാഷ് പേയ്മെൻറ്റും മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിൽ നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. നേരത്തെ നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടും അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടും നമ്മൾ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഒക്കെ ബാലൻസ് എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്കും അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ അവസാനത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ദ ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഐദർ സർപ്ലസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം, ഡെഫിസിറ്റ് ആയിരിക്കാം. 6 പോയിന്റുകളാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ് പഠിച്ചു വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ സൈഡിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും കാണാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ ഐറ്റവും അതുപോലെ തന്നെ റവന്യൂ ഐറ്റവും ഇൻക്ലൂഡ് ചെയ്യാറുണ്ടായിരുന്നു.
പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആവുന്ന സമയത്ത് അവിടെ റവന്യൂ നാച്ചുറൽ ഐറ്റംസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ലൈക്ക് എ ക്യാഷ് ബുക്ക്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ബുക്കിന് തുല്യമാണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ റെസീപ്റ്റ്സ് ആർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീപ്റ്റുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സുമാണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആവുന്ന സമയത്ത് എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സും ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന സമയത്ത് ഇൻകംസും ആണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബോത്ത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഒന്നുകിൽ ക്യാഷ് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ബാലൻസും അതുപോലെ തന്നെ ബാങ്ക് ബാലൻസും വെച്ചിട്ടായിരിക്കാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എനി ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഓർത്ത് വെക്കുക. ദെൻ ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് പോലെ തന്നെയുള്ള ഒരു അക്കൗണ്ടാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാഷ് ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും അക്രൂഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. അക്കൗണ്ടിങ്ങിൻ്റെ അക്രൂവൽ ബേസിസ് എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് ഓൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് അക്രൂഡ് ഐറ്റംസ്. എല്ലാ പ്രീപെയ്ഡും അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങും ദെൻ അക്രൂഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് റിലേറ്റിംഗ് ടു പ്രീവിയസ് കറണ്ട് ആൻഡ് സക്സീഡിങ് ഇയർ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഈ വർഷത്തതും തൊട്ട് മുന്നേയുള്ള വർഷത്തതും ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷത്തതൊക്കെ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കറണ്ട് ഇയറിലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ദെൻ എട്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇഗ്നോസ് നോൺ ക്യാഷ് ഐറ്റംസ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നില്ല. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് റെക്കോർഡ്സ് ഓൾ നോൺ ക്യാഷ് ഐറ്റംസ്. എല്ലാ നോൺ ക്യാഷ് ഐറ്റംസും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒൻപതാമത്തെ പോയിന്റ്, ദ ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ബോത്ത്. നേരത്തെ നമ്മൾ ഓപ്പണിങ്ങിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാഷ് ആവാം, അല്ലെങ്കിൽ ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഇത് രണ്ടുമാവാം. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒന്നുകിൽ സർപ്ലസ് ആവാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആവാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. ദെൻ ഏറ്റവും അവസാനത്തെ പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾക്ക് ഡിഫറൻസസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മിനിമം ഇതിലൊരു 6 പോയിന്റെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതണം. ദെൻ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് എഴുതുക. ദെൻ അതിനുശേഷമാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഡിഫറൻസസ് കാണിക്കേണ്ടത്. മിനിമം 6 പോയിൻ്റെങ്കിലും 6 മാർക്കിന് പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് എ റവന്യൂ അക്കൗണ്ട് ഓഫ് എ നോൺ ട്രേഡിംഗ് കൺസേൺ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു നോൺ ട്രേഡിംഗ് കൺസേൺസ് ആണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് കൺസേൺസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആവാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം, നെറ്റ് ലോസ് ആവാം, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എനി ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് വെച്ചിട്ടോ ആവാം. ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഈസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആവാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോ ആവാം. ദെൻ ഏറ്റവും അവസാനത്തെ പോയിന്റ്, ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടുന്ന സർപ്ലസ് ആയിക്കോട്ടെ ഡെഫിസിറ്റ് ആയിക്കോട്ടെ ഇത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും ഡിഫറൻസസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ളത്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട തിയറിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. ഏതൊക്കെ ഐറ്റംസാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിൻ്റെ കൃത്യമായ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെക്കണം. ആ ഒരു ഫോർമാറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ദെൻ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡാണ്. ദെൻ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം സൈഡാണ്. ഒരു ട്രേഡിംഗ് കൺസേൺസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് സൈഡാണ്. ദെൻ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം സൈഡാണ്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡാണ്. ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകം സൈഡാണ്. നേരത്തെ തിയറി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ റവന്യൂ നാച്ചുറലുള്ള എക്സ്പെൻസസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇൻകം സൈഡിലേക്ക് വരുന്ന സമയത്ത് റവന്യൂ നാച്ചുറലുള്ള ഇൻകംസ് മാത്രമേ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സാലറീസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റിപ്പയേഴ്സ്, പോസ്റ്റേജ്, ഓഡിറ്റ് ഫീസ്, ഹോണറേറിയം, അപ്കീപ്സ് ഓഫ് ലോൺസ്, സർപ്ലസ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ സർപ്ലസ് കാണിച്ചിട്ടുണ്ട്, ബാലൻസിങ് ഫിഗർ എന്ന് നിങ്ങൾക്ക് കാണാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടലി ചെയ്ത് ബാലൻസ് ചെയ്യുന്നതിലൂടെ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത് എങ്കിൽ അതിനെ നമ്മൾ സർപ്ലസ് എന്നാണ് പറയുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. ഇൻകം സൈഡിലേക്ക് സബ്സ്ക്രിപ്ഷൻസ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ജനറൽ ഡൊണേഷൻസ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ദെൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗറാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നതെങ്കിൽ ആ ബാലൻസിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഫോർമാറ്റ്. ഈ ഫോർമാറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ സൈഡിൽ റവന്യൂ നാച്ചുറലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടുള്ളൂ. ദെൻ ക്രെഡിറ്റ് സൈഡായിട്ടുള്ള ഇൻകം സൈഡിലേക്ക് റവന്യൂ നാച്ചുറലുള്ള ഇൻകംസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന മൂന്നാമതായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ആ ബാലൻസ് ഷീറ്റിൻ്റെ തിയറി കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് പ്രിപ്പയർഡ് ഇൻ ദ സെയിം മാനർ ആസ് ബാലൻസ് ഷീറ്റ് ഓഫ് എ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് പ്രിപ്പയർഡ്.
ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസേൺസ് എങ്ങനെയാണോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലും ഒക്കെ വരുന്ന ഐറ്റംസ്, ഓരോ ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിൻ്റെ എക്സ്പ്ലനേഷൻസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സബ്സ്ക്രിപ്ഷനാണ്. ഇറ്റ് ഈസ് എ മെമ്പർഷിപ്പ് ഫീ പെയ്ഡ് ബൈ ദ മെമ്പർ ഓൺ ആനുവൽ ബേസിസ്. ഇറ്റ് ഈസ് എ റവന്യൂ റെസീപ്റ്റ്. ദിസ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓൺ ആനുവൽ ബേസിസ്. ഓരോ വർഷവും ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് കൊടുക്കുന്ന ആനുവൽ പേയ്മെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു റവന്യൂ റെസീപ്റ്റ് ആണ്. റവന്യൂ റെസീപ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ നമ്മൾ എടുക്കേണ്ടതാണ്. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് ഡൊണേഷനാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ നോൺ ട്രേഡിംഗ് കൺസേൺസ് ഫ്രം ദ മെമ്പേഴ്സ് ഓർ നോൺ മെമ്പേഴ്സ്. ഇറ്റ് മേ ബി ഇൻ ക്യാഷ് ഓർ കൈൻഡ്. ക്യാഷ് ആയിട്ടും അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടും മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ നോൺ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നോ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഈ ഡൊണേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ജനറൽ ഡൊണേഷൻസ് ആണ്, രണ്ടാമത്തത് സ്പെസിഫിക് ഡൊണേഷൻസ് ആണ്. ഈ ടേം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡൊണേഷൻ എന്ന് പറയുന്നതും ഈ ഡൊണേഷനിൽ രണ്ട് ടൈപ്പ് ഡൊണേഷൻസ് ഉണ്ട്. ഒന്ന് ജനറൽ ഡൊണേഷൻസ് ആണ്, രണ്ടാമത്തത് സ്പെസിഫിക് ഡൊണേഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റവും കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് സാധാരണയായിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരാറുണ്ട്. അപ്പോൾ എന്താണ് ജനറൽ ഡൊണേഷൻ എന്ന് നോക്കാം. ജനറൽ ഡൊണേഷൻസ് ആർ ദോസ് ഡൊണേഷൻസ് which are received without any specific purpose. It can be used for any purpose. ഒരു സ്പെസിഫിക് പർപ്പസിനല്ലാതെ കിട്ടുന്ന ഡൊണേഷൻസിനെയാണ് നമ്മളെന്ത് പറയുക, ജനറൽ ഡൊണേഷൻസ് എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ്. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയും ജനറൽ ഡൊണേഷൻസ് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. ദെൻ സ്പെസിഫിക് ഡൊണേഷൻസ് ആണ് രണ്ടാമത്തെ ടൈപ്പ്. സ്പെസിഫിക് ഡൊണേഷൻസ് എന്ന് പറയുന്നത് വെൻ ഡൊണേഷൻ ഈസ് റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഇറ്റ് ഈസ് നോൺ ആസ് സ്പെസിഫിക് ഡൊണേഷൻ. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കിട്ടുന്ന ഡൊണേഷൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് ഡൊണേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റിസീപ്റ്റ്. ഇതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ പവലിയൻ, ഡൊണേഷൻ ഫോർ പർച്ചേസിങ് ഫേർണിച്ചർ, ഇങ്ങനെയൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഇത് സ്പെസിഫിക് ഡൊണേഷൻ ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് എടുക്കേണ്ട ഐറ്റമാണെന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ദെൻ പിന്നീട് വരുന്ന മറ്റൊരു ഐറ്റമാണ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഓഫ് എ നോൺ ട്രേഡിംഗ് കൺസേൺ ഈസ് കോൾഡ് ക്യാപിറ്റൽ ഫണ്ട്. It is also known as general fund. It is the excess of assets over liabilities. It is shown on the liability side of the balance sheet. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന ട്രേഡിംഗ് കൺസേൺസിൻ്റെയൊക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേമിന് ഈക്വലായിട്ടുള്ള ഒരു ടേമാണ് ക്യാപിറ്റൽ ഫണ്ട്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്നുള്ള ടേമിലാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നീട് പറയുന്നത് എൻഡോവ്മെൻറ്റ് ഫണ്ടാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ സ്പെഷ്യൽ ഡൊണേഷൻ ഓഫ് എ ലാർജ് എമൗണ്ട്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്ന മറ്റൊരു ഐറ്റമാണ് എൻഡോവ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ഗിഫ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡൊണേഷൻ ആവാം. വലിയ എമൗണ്ടിൽ ഒരു ലാർജ് എമൗണ്ടിലുള്ള ഒരു ഗിഫ്റ്റ് ആവാം അല്ലെങ്കിൽ സ്പെഷ്യൽ ഡൊണേഷൻസ് ആവാം. അതുകൊണ്ട് തന്നെ ഇതിനെ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ഐറ്റം വരുന്നത് ലെഗസി ആണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ received by non-profit organization as per the will of a deceased person. It is a capital receipt.
ഒരു ഡിസീസ്ഡ് പേഴ്സണിൻ്റെ ഓർമ്മയ്ക്കായൊക്കെ കൊടുക്കുന്ന ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ ഡൊണേഷൻസിനെയോ ആണ് നമ്മൾ ലെഗസി എന്ന് പറയുന്നത്. ഇത്തരം ലെഗസീസ് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. ദെൻ അടുത്തതായിട്ട് വരുന്നത് എൻട്രൻസ് ഫീസ് ആണ്. എൻട്രൻസ് ഫീസ് ആർ ദ അഡ്മിഷൻ ഫീസ് കളക്റ്റഡ് ഫ്രം ദ ന്യൂ മെമ്പേഴ്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. എൻട്രൻസ് ഫീസ് ആർ ട്രീറ്റഡ് ആസ് റവന്യൂ റെസീപ്റ്റ്സ്. നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് പുതിയ ഒരു മെമ്പറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെമ്പറുടെ അടുത്ത് നിന്നും കളക്ട് ചെയ്യുന്ന ഫീസിനെയാണ് നമ്മൾ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. ഇതൊരു റവന്യൂ റെസീപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്തതായിട്ട് ലൈഫ് മെമ്പർഷിപ്പ് ഫീസാണ്. സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ലംസം ഈസ് നോൺ ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഇറ്റ് ഈസ് എ വൺ ടൈം പേയ്മെൻറ്റ് മെയ്ഡ് ബൈ മെമ്പർ ഇൻ ദെയർ ലൈഫ് ടൈം. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസീപ്റ്റ്. നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ലംസമായിട്ട് മൊത്തമായിട്ട് ലൈഫ് മെമ്പർഷിപ്പ് ഹോൾ ലൈഫ് മെമ്പർഷിപ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദെൻ അതിനെയാണ് നമ്മൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസീപ്റ്റ്. സബ്സ്ക്രിപ്ഷൻസ് ഓരോ വർഷവും കൊടുക്കുന്നതാണെങ്കിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് ലംസമായിട്ട് ഫുൾ എമൗണ്ട് എന്ത് ചെയ്യാണ് ലൈഫ് ലോങ് ആയിട്ട് അയാൾ ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മെമ്പറായിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് ഹോണറേറിയം എന്ന് പറയുന്നൊരു ടേം നമ്മൾ പലപ്പോഴായിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ കേൾക്കാറുണ്ട്. ദെൻ ദ പേയ്മെൻറ്റ് മെയ്ഡ് ടു എ പേഴ്സൺ ഹു ഈസ് നോട്ട് ദ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ ഫോർ റെൻഡറിങ് സ്പെസിഫിക് സർവീസസ് ഈസ് കോൾഡ് ഹോണറേറിയം. നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇല്ലാത്ത മറ്റൊരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സൺസിന് ആ ഒരു പേഴ്സൺ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള സർവീസസ് റെൻഡർ ചെയ്യുന്ന സമയത്ത് ദെൻ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനെയോ അല്ലെങ്കിൽ പേയ്മെൻറ്റിനെയോ ആണ് നമ്മൾ ഹോണറേറിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എക്സാമ്പിൾ, ഇറ്റ് ഈസ് ആൻ എമൗണ്ട് പെയ്ഡ് ടു ആൻ ഔട്ട്സൈഡർ ഫോർ ഡെലിവറിങ് ലെക്ചേഴ്സ് ആണ്. ദെൻ നമ്മുടെ ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ലാസ്സുകളോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സർവീസസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത്തരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അയാൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക ഹോണറേറിയം എന്ന് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ഗവൺമെൻറ് ഗ്രാൻഡ് ആൻഡ് സബ്സിഡിയാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന ഗ്രാൻഡ് ഓർ സബ്സിഡിനെയാണ് നമ്മൾ ഗവൺമെൻറ് ഗ്രാൻഡ് ആൻഡ് സബ്സിഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഹെൽപ്പ് റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് ഈസ് കോൾഡ് ഗവൺമെൻറ് ഗ്രാൻഡ്. ദെൻ പിന്നീട് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. ദ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ബട്ട് നോട്ട് പെയ്ഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ് ആർ കോൾഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഒരു വർഷം എക്സ്പെൻസസ് ഉണ്ടാവുകയും പക്ഷേ ആ വർഷം അത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. ദീസ് ആർ എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ് ബട്ട് ദെയർ ബെനഫിറ്റ്സ് ആർ ഗെറ്റ് ടു ബി റിസീവ്ഡ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, വരും കാലങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന എക്സ്പെൻസസ് ആണ്. ആ എക്സ്പെൻസസ് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് അടുത്തൊരു ടേം അക്രൂഡ് ഇൻകം ആണ്. ദ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഈസ് നോൺ ആസ് അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഇൻകം ഡ്യൂ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല. ഇത്തരം ഇൻകത്തിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് അൺഏൺഡ് ഇൻകം ആണ്. അൺഏൺഡ് ഇൻകം എന്ന് പറയുന്നത് ദ ഇൻകം വിച്ച് ഈസ് നോട്ട് ഏൺഡ് ബട്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് നോൺ ആസ് അഡ്വാൻസ് ഇൻകം. ഇൻകം കിട്ടാനുള്ള ഡേറ്റ് ആയിട്ടില്ല പക്ഷേ നമ്മളത് മുന്നേ റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ അഡ്വാൻസ് ഇൻകം അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് തിയറി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ഇനി നമ്മൾ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് പല ഐറ്റംസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ മുന്നേ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്.
സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു റവന്യൂ നേച്ചർ ഐറ്റമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലേക്ക് കാണിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2022. 31st December 2022 പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുക്കേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2022 മൊത്തമായിട്ട് നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 18,300 രൂപയാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട് 1/1/2022 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ പറയുന്നുണ്ട് 900 രൂപയാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st December 2022 1300 ഉണ്ട്. ഈ വർഷത്തെ അവസാനത്തിൽ 1300 രൂപ കൂടെ സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടാനുണ്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1st January 2022 ഈ വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് 750 ആണ് എമൗണ്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December 2022 540 ആണ് അതിൻ്റെ എമൗണ്ട്. ഇത്രയും ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതേണ്ട എമൗണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് കൃത്യമായൊരു ഫോർമാറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നിരിക്കുന്ന ഐറ്റത്തിനെ ആഡും ലെസ്സൊക്കെ ചെയ്തുകൊണ്ട് എത്ര എമൗണ്ടാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാം. ദെൻ അതിൽ സൊല്യൂഷനായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ അതിൻ്റെ ഒരു ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ എഴുതുക. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. 2 എമൗണ്ട് കോളം ഞാൻ വരഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം മൊത്തമായിട്ട് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണ് അത് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്നു. 18,300 രൂപയാണ് ഈ വർഷം മൊത്തമായിട്ട് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. ദെൻ അതിൻ്റെ കൂടെ ഏതൊക്കെ ഐറ്റംസാണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസാണ് ലെസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ അത് ആഡ് ചെയ്യുകയും ദെൻ കഴിഞ്ഞ വർഷത്തതോ അല്ലെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ അത് ലെസ് ചെയ്യുകയാണ് വേണ്ടത്. അതിലുള്ള ഓരോ ഐറ്റംസും നമ്മൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായിട്ട് ഞാൻ ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st December 2022 കൊടുത്തിട്ടുണ്ട്. 2022 ഡിസംബർ മാസത്തിൽ ഏറ്റവും അവസാനത്തെ ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഈ വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷനാണ്. അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് റിസീവ് ചെയ്യേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 1300 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള 31st December 2022 എന്ന് പറയുന്ന ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതാണ് ആഡ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചിരിക്കുന്നത്. ദെൻ അടുത്തൊരു ആഡ് ചെയ്യേണ്ട ഐറ്റാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/1/2022. നമ്മൾ ഈ വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വർഷത്തതായിരിക്കും, 2022 750 രൂപ. അതുകൊണ്ട് തന്നെ ആ 750 രൂപ ഈ വർഷത്തെ ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1st January 2022 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ദെൻ പിന്നീട് ലെസ് ചെയ്യേണ്ട ഐറ്റംസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആഡ് ചെയ്യേണ്ട 2 ഐറ്റവും 1300 അതുപോലെ 750 2050 രൂപ മൊത്തമായിട്ട് അവിടെ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. 20,350 രൂപയാണ് ആഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട്. പിന്നീടാണ് ലെസ് ചെയ്യേണ്ട ഐറ്റത്തിലേക്ക് വരുന്നത്. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അല്ലാത്ത കഴിഞ്ഞ വർഷത്തതോ അല്ലെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷത്തതോ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ റിസീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം റിസീവ് ചെയ്ത് വെച്ച എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കാണിക്കണം, ലെസ് ചെയ്ത് കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1/1/2022 1st January 2022 സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് മുന്നേയുള്ള വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 900 രൂപ
നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന 900 രൂപ അത് കഴിഞ്ഞ വർഷത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് ലെസ് ചെയ്ത് കാണിക്കണം. ദെൻ അടുത്ത വരുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December 2022. 31st December 2022 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31st December 2022 ആ ഒരു ഡേറ്റിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2022 എമൗണ്ട് ആയിരിക്കില്ല, 2023 എമൗണ്ട് ആയിരിക്കും. അങ്ങനെ നമ്മൾ 540 രൂപ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിരിക്കുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കാണുന്ന സമയത്ത് ലെസ് ചെയ്യണം. അങ്ങനെ 540 രൂപയും കൂടെ ലെസ് ചെയ്യണം. 900 രൂപയും 540 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1440 രൂപയാണ് മൊത്തമായിട്ട് നമ്മൾ ലെസ് ചെയ്യേണ്ട എമൗണ്ട്. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 18,910 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 18,910 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരമൊരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്ത് ചെയ്തേക്കാം, 6 മാർക്കിന് ചോദിച്ചേക്കാം. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യനാണ് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കാം നമുക്ക്. From the given particulars, ascertain the amount to be credited to income and expenditure account for the year ending 31st December 2023. 31st December 2023 പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷം മൊത്തമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 9,350 രൂപയാണ്. തൊട്ട് താഴെ അടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st January 2023 900 രൂപയും ഓഫ് വിച്ച് 810 were received in 2023. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. 1st January 2023 900 രൂപ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓഫ് വിച്ച് 810 were received in 2023. 2023 ആ ഒരു 900 രൂപയിൽ നിന്നും 810 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1st January 2023. നമുക്കറിയാം 1st January 2023 സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് 2023 എൻഡിലേക്ക് കിട്ടാനുള്ളതാണ് 350 രൂപ. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December 2023 ₹150. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അടുത്ത വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷനാണ്. നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്, ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അടുത്ത ഐറ്റം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2023 $250. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അത് 2023 സബ്സ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 250 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ ആഡ് ലെസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ വർഷം ടോട്ടലായിട്ട് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 9,350 രൂപയാണ് നമുക്ക് മൊത്തമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ആഡ് ചെയ്യേണ്ട 2 ഐറ്റംസ് ആണുള്ളത്. ഒന്നാമത്തത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2023. 2023 ഡിസംബറിൽ നമുക്ക് ഇനിയും സബ്സ്ക്രിപ്ഷൻസ് കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടാനുള്ള 250 രൂപ ഈ വർഷത്തെ ഇൻകമായിട്ട് നമ്മൾ എടുക്കണം. ഈ വർഷത്തെ ഇൻകമാണത്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/1/2023. ആ ഒരു വർഷത്തിൻ്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ വാങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് 2023 കിട്ടേണ്ട എമൗണ്ടാണ് 350 രൂപയാണ്. അങ്ങനെ 2 ഐറ്റംസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2023, അതുപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/1/2023. ഈ 2 ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 600 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 600 രൂപ മൊത്തം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
9,950 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ പിന്നീടാണ് നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റത്തിലേക്ക് വരുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ ലെസ് ചെയ്തിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st January 2023 ഓഫ് വിച്ച് 810 വേർ റിസീവ്ഡ് ഇൻ 2023. 900 രൂപ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് 1st January 2023 കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേയുള്ള വർഷം കിട്ടാനുള്ള എമൗണ്ടാണ്. അതിൽ 810 രൂപ നമ്മൾ ഈ വർഷം റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ 900 രൂപയിൽ 810 രൂപ മാത്രമേ നമ്മൾ ഈ വർഷം റിസീവ് ചെയ്തിട്ടുള്ളൂ. ഈ വർഷം റിസീവ് ചെയ്തിരിക്കുന്ന 810 രൂപ എന്ന് പറയുന്നത് ഈ വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ അല്ല, അത് തൊട്ട് മുന്നേയുള്ള വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ്. അതിൽ 810 രൂപ നമ്മൾ ഈ വർഷം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു എമൗണ്ട് കൂടെ നമ്മുടെ മൊത്തം സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ടാവും. 9,350 രൂപയിൽ ആ 810 രൂപ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഒരു വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷം പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 810 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. ദെൻ പിന്നീട് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December 2023 ആണ്. 2023 December 31st നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഈ വർഷത്തതല്ല, 2023-ലേതല്ല, അത് 2024-ലേതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു 150 rupees നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ടോട്ടലായിട്ട് ലെസ് ചെയ്യേണ്ട എമൗണ്ട് 960 ആണ്. ഈ 960 നേരത്തെ കിട്ടിയിരിക്കുന്ന 9,950 നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8,990 രൂപയാണ് എമൗണ്ടായിട്ട് കിട്ടുന്നത്. ഈ എമൗണ്ടാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ക്വസ്റ്റ്യൻസും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലെസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ, കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2024. 31st March 2024 പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ടാണ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിലുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. 31st March 2023 500 രൂപയാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 31st March 2023 ദെൻ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് 2023-24 ഇൻക്ലൂഡിങ് 400 ഫോർ 2022-23, 1200 ഫോർ 24-25 ആൻഡ് 300 ഫോർ 25-26 എന്നുള്ളൊരു രീതിയിൽ അതിൻ്റെ ബ്രാക്കറ്റിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 35,400 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2023-24 400 രൂപയാണ്. നമ്മൾ നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യനുമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് 2023-24 35,400 ആണ്. ആഡ് ചെയ്യേണ്ടത് 2023-24 സബ്സ്ക്രിപ്ഷൻ ഇനിയും ബാക്കി കിട്ടാനുണ്ട് എങ്കിൽ അത്തരം സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2023-24 400 രൂപയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/3/2023 31/3/2023 സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ആഡ് ചെയ്യണം. അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും 1,100 രൂപ. അങ്ങനെ മൊത്തം ആഡ് ചെയ്യേണ്ടത് 1,100 + 400 1,500 രൂപയാണ്. 35,400 കൂടെ 1,500 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36,900 കിട്ടും. പിന്നീട് ലെസ് ചെയ്യേണ്ട ഐറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് റിസീവ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. ഈ വർഷത്തിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് ഈ വർഷം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തൊട്ട് മുന്നേയുള്ള വർഷത്തെ എമൗണ്ട് ആയിരിക്കും. അത് നമ്മൾ ഈ വർഷം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം.
Then subscription for the year 2024-25 received in advance at the end. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഈ വർഷത്തതല്ല, അടുത്ത വർഷത്തതാണ് 1200 രൂപ എന്ന് പറയുന്നത്. 2024-25 വർഷത്തതാണ് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ലെസ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2025-26 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ്. 2025-26 സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം, ലെസ് ചെയ്ത് കാണിക്കണം. 300 രൂപയും ലെസ് ചെയ്ത് കാണിക്കാം. ദെൻ അങ്ങനെ ലെസ് ചെയ്ത് കാണിച്ചാൽ മൊത്തമായിട്ട് ലെസ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1900 ആണ്. ദെൻ 1900 നമ്മൾ നേരത്തെ കിട്ടിയ എമൗണ്ടിൽ നിന്നും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് 35,000 രൂപയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യനിൽ നിന്നും ചെറിയ വ്യത്യാസം ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.